വാക്യപ്രതിവാക്യമായിട്ട് വായിക്കാം. സാംസ് 24. എല്ലാവരും എടുത്തു എന്ന് വിശ്വസിക്കുന്നു. ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിൻ്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു. യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും? അവൻ്റെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും? അവൻ യഹോവയോട് അനുഗ്രഹവും തൻ്റെ രക്ഷയുടെ ദൈവത്തോട് നീതിയും പ്രാപിക്കും. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടേയുള്ള കതകുകളെ ഉയർന്നിരിപ്പിൻ, മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടേയുള്ള കതകുകളെ ഉയർന്നിരിപ്പിൻ, മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. സൈന്യങ്ങളുടെ യഹോവ തന്നെ, അവനാകുന്നു മഹത്വത്തിൻ്റെ രാജാവ്. പ്രൈസ് ലോർഡ്. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. വിശ്വസ്തനായ ദൈവമേ, വാക്ക് മാറാത്ത ഞങ്ങളുടെ കർത്താവേ, ഈ നല്ല പകൽക്കാലത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. തിരുസന്നിധിയിൽ ഹല്ലേലൂയ ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. ഈ സങ്കീർത്തന ഭാഗത്തെ ഞങ്ങളുടെ കരങ്ങൾ തരുന്നു കർത്താവ്. ഇതിൽ നിന്ന് ദൈവം ഞങ്ങൾക്ക് വേണ്ടതായ ആലോചന നൽകി തരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരങ്ങൾ ഞങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവർക്കും ഇരിക്കാമല്ലോ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. എല്ലാവരും സന്തോഷത്തോടെ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം ഈ പകൽക്കാലം എനിക്ക് നിങ്ങളുടെ മധ്യേ എക്സോട്ടേഷനുമായി നിൽപ്പാൻ ദൈവം തരുന്ന അവസരത്തിൽ ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ദൈവസന്നിധിയിൽ അടിനെ തന്നെ താഴ്ത്തുന്നു. 24-ാം സങ്കീർത്തനം നാം വായിച്ചു കേട്ടു. ദാവീദ് എഴുതിയ ഒരു സങ്കീർത്തനമെന്ന് അതിൻ്റെ ഹെഡിങ്ങിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ദാവീദ് ഇത് എപ്പോൾ എഴുതിയെന്ന്, വെൻ ഹി റോട്ട് ഇറ്റ് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തത ആ സങ്കീർത്തനത്തിൻ്റെ ശീർഷകത്തിലില്ല. എന്നാൽ വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് ദൈവത്തിൻ്റെ പെട്ടകം യെരുശലേമിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ സമയത്ത് താൻ അതിനെ രചിച്ചു എന്ന് പറയപ്പെടുന്നു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. When the ark of God was coming to Jerusalem, we can expect this psalm was written at that time. അതാണ് വേദപണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പറയുന്നത്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് 1 ദിനവൃത്താന്തം 15-ാം അധ്യായത്തിലും 1 ദിനവൃത്താന്തം 13-ാം അധ്യായത്തിലും ഒക്കെ കാണുവാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ലോർഡ്. ദാവീദ് ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് നടത്തിയായിരുന്നു പെട്ടകം യെരുശലേമിലേക്ക് കൊണ്ടുവരാനായിട്ട്. ഫസ്റ്റ് അറ്റംപ്റ്റ് ഹി ഫെയിൽഡ് ബിക്കോസ് ആ പെട്ടകം ചുമന്ന ഉസ്സ ആ പെട്ടകത്തെ കയറി പിടിച്ചത് മൂലം അവിടെ വെച്ച് തന്നെ മരിക്കുവാനിടയായി. അത് കണ്ടിട്ട് ദാവീദിന് ഭയങ്കര ഭയമായി, ദൈവത്തെ ഭയങ്കര ഭയമായി. ആ പെട്ടകം അവിടെ നിന്ന് ഒബേദ്-ഏദോമിൻ്റെ ഭവനത്തിലേക്ക് വയ്ക്കുവാനിടയായി. ഒബേദ്-ഏദോമിനെ തൻ്റെ സകലത്തെയും ദൈവം ആ പെട്ടകം ഇരുന്നത് മൂലം അനുഗ്രഹിപ്പാനായിട്ടിടയായി. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ദാവീദ് പിന്നെയും വചനപ്രകാരം അതിനെ എങ്ങനെ യെരുശലേമിൽ എത്തിക്കാമെന്ന് ആരാഞ്ഞപ്പോൾ ലേവ്യർ അതിനെ ചുമന്നുകൊണ്ട് യെരുശലേമിൽ എത്തിക്കണമെന്ന് ദൈവവചനത്തിൽ താൻ വായിക്കുവാനും അതനുസരിച്ച് അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുവാനും ഇവിടെയായി. 2-ാം തവണ ലേവ്യരെ വിശുദ്ധീകരിച്ച് തൻ്റെ ചുമലുകളിൽ ആ പെട്ടകത്തെ ചുമന്ന് യെരുശലേമിൽ എത്തുമ്പോൾ നൃത്തത്തോടും ആനന്ദത്തോടും ഒക്കെ ദാവീദ് അതിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതങ്ങളിലും ഈ പെട്ടകം നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നതുകൊണ്ടാണ് നമ്മൾ ഈ പകൽക്കാലം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നതെന്ന് എത്ര പേർക്ക് രുചിച്ചറിയാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. അറിയാതെയാണെങ്കിലും ഒബേദ്-ഏദോമിൻ്റെ വീട്ടിൽ അതിനെ ഫോഴ്സ്ഫുള്ളായിട്ട് വെച്ചപ്പോൾ ഒരു 3 മാസക്കാലത്തോളം ദൈവം തനിക്കുള്ളതിനെയൊക്കെയും അനുഗ്രഹിപ്പാനിടയായി. ഗോഡ് ബ്ലെസ്ഡ് Obed-Edom and his family because of the ark of God. It was forcefully kept there because he saw it already. Somebody has passed away because he touched the ark of God. അല്ലേ? ഫോഴ്സ് മൂലമാണെങ്കിൽ കൂടി ഒബേദ്-ഏദോം അതിനെ സമ്മതിച്ചു. എന്നാൽ അതിനെന്ത് പറ്റി? തൻ്റെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി വെളിപ്പെടുവാനിടയായി തീർന്നു. പ്രൈസ് ലോർഡ്. ഈ പെട്ടകം നമ്മുടെ ജീവിതത്തിൽ വന്നതുകൊണ്ട് എത്ര പേർക്ക് സന്തോഷമുണ്ട്. ഈ പെട്ടകം ചുമപ്പാൻ നമ്മളെ ദൈവം യോഗ്യരാക്കിയതുകൊണ്ട് എത്ര പേർക്ക് ഈ പകൽക്കാലം കർത്താവിന് നന്ദി പറയാൻ കഴിയുന്നുണ്ട്. കർത്താവിന് നമുക്ക് നന്ദി പറയാം. പ്രൈസ് ലോർഡ്. ഈ സങ്കീർത്തനത്തെ നാം പഠിക്കുമ്പോൾ അതിനെ 3ആയി നമുക്ക് തിരിക്കാൻ കഴിയുന്നുണ്ട്. ആദ്യത്തെ 2 വേഴ്സസ്, ഫസ്റ്റ് 2 വേഴ്സസ് സൃഷ്ടാവായ ദൈവത്തെക്കുറിച്ച് നമുക്കതിനെ കാണാൻ കഴിയുന്നുണ്ട്. ഫസ്റ്റ് 2 വേഴ്സസ് വിൽ
ഷോ അബൌട്ട് ദ ക്രിയേറ്റർ ഗോഡ്. ആദ്യത്തെ 2 വാക്യങ്ങൾ നാം അതിലാണ് കാണുന്നത് അല്ലേ. 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ വിശുദ്ധനായ ഒരു ദൈവത്തെ നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. വി ക്യാൻ സീ എ ഹോളി ഗോഡ് ഇൻ വേഴ്സ് 3 to 6. ആൻഡ് 7 to 10 വി ക്യാൻ സീ എ ഗ്ലോറിയസ് കിങ് അല്ലേ. ഇന്ന് നമ്മൾ പാടിയപ്പോഴും ആ പാട്ടിൻ്റെ വരികൾ കണ്ടു. വി വർഷിപ്പ് ദ കിങ് ഓഫ് ഗ്ലോറി അല്ലേ. ഹൂ ഇസ് ദ കിങ് ഓഫ് ഗ്ലോറി? സൈന്യങ്ങളുടെ യഹോവ തന്നെ എന്ന് അതിൻ്റെ 10ാമത്തെ വാക്യത്തിലും ഒക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ദൈവം ശുശ്രൂഷകളെയൊക്കെ കോർത്തിണക്കി നമുക്ക് നൽകി തരുന്നത് ഓർത്ത് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. 1ാമത്തെ വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു: ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിൻ്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. The first 2 verses, everything belongs to God. സമ്മതിക്കാമോ ഈ പകൽക്കാലം? Can we admit that everything belongs to God? ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിൽ ഉള്ളതൊക്കെയും. സോ എവറിത്തിങ് ബിലോങ്സ് ടു ഗോഡ്. അറ്റ് ദ സെയിം ടൈം ഒന്നുകൂടെ ചേർത്ത് പറയാണ്, എവ്രി വൺ ബിലോങ്സ് ടു ഗോഡ്. ഹല്ലേലൂയ. നാം ഓരോരുത്തരും കർത്താവിൻ്റെ വകയാണെന്ന് എത്ര പേർക്ക് ഈ പകൽക്കാലം ഉറപ്പുണ്ട്? പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. വി ബിലോങ് ടു ഗോഡ്. ആ ധൈര്യം ഈ പകൽക്കാലം നമുക്കുണ്ടാകട്ടെ. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. യിരെമ്യാ പ്രവചനം 5-ാം അധ്യായം അതിൻ്റെ 22ാമത്തെ വാക്യം ആർക്കെങ്കിലും ഒരാൾക്ക് വായിച്ച് സഹായിക്കാമല്ലോ? യിരെമ്യാ പ്രവചനം 5-ാം അധ്യായം അതിൻ്റെ 22ാമത്തെ വാക്യം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വല്ലഭത്വത്തെ നാം അവിടെ കാണുക. എത്ര ഇരമ്പി വരുന്ന തിരകളാണെങ്കിലും കർത്താവ് കൽപ്പിച്ചിട്ടുള്ള അതിര് കടന്ന് വരത്തില്ല. നമ്മുടെ ജീവിതത്തിലും ആ ഒരു ധൈര്യം ഈ പകൽക്കാലം നമുക്കുണ്ടാകണം. പ്രൈസ് ലോർഡ്. കർത്താവ് അറിഞ്ഞിട്ടല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല എന്ന് വി ഷുഡ് ബി വെരി കോൺഫിഡൻറ്റ് അബൌട്ട് ദാറ്റ്. ഓക്കെ, ഐസിയ 40:12 നമുക്ക് ആ ഭാഗം കൂടെ ഒന്ന് വായിക്കാമല്ലോ. യെശയ്യാ പ്രവചനം 40 അതിൻ്റെ 12ാമത്തെ വാക്യം. ആമേൻ. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിൻ്റെ മഹാത്മ്യത്തെ നാം അവിടെ കാണുകയല്ലേ. തൻ്റെ ഉള്ളം കൈകൊണ്ട് വെള്ളം അളക്കുന്ന ഒരുവൻ. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഒരു ചാണുകൊണ്ട് ആകാശത്തിൻ്റെ പരിമാണത്തെ അളക്കുന്നവൻ. പൊടിയെ എന്ത് ചെയ്യുന്നു? നാഴിയിൽ സൂക്ഷിക്കുന്നവൻ അല്ലേ. പ്രൈസ് ലോർഡ്. ഇത്ര വലിയൊരു ദൈവത്തിൻ്റെ മുമ്പിലാണ് നാം ഈ പകൽക്കാലം ആയിരിക്കുന്നത്. എത്ര പേർക്ക് ആ സന്തോഷമുണ്ട്? ഹല്ലേലൂയ. ലോകത്തിൽ മറ്റ് ലോകക്കാർ സേവിക്കുന്നത് പോലെ ഒരു ദൈവത്തെയല്ല നാം ആരാധിക്കുന്നത്, നാം സേവിക്കുന്നത്. ഹല്ലേലൂയ. ഇത്ര ഭയങ്കരനായ ഒരു ദൈവത്തെയാ. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. എന്നാൽ ദൈവം വലിയൊരു വില കൊടുത്തിട്ടാണ് നമ്മളെ അവൻ്റെ സ്വന്തമാക്കിയതെന്ന് 1 കൊരിന്ത്യർ അതിൻ്റെ 6-ാം അധ്യായം 19-20 വാക്യങ്ങളിൽ നാം കാണുന്നുണ്ട്. 1 Corinthians 6:19 and 20. ദൈവം വലിയൊരു വില കൊടുക്കേണ്ടി വന്നു. എന്നാൽ എന്താ സംഭവിച്ചത്? ഈ ഭൂമി അതിൻ്റെ ഓണർഷിപ്പ് കംപ്ലീറ്റും ദൈവത്തിൻ്റെ കരങ്ങളിലാണെങ്കിൽ തന്നെ പിൽക്കാലങ്ങളിൽ ഇറ്റ് ഹാസ് ഗോൺ അവേ ഫ്രം ഹിസ് സൈഡ്. ബിക്കോസ് വീഴ്ത്തപ്പെട്ട ദൂതന്മാർ അവിടെ വന്നു, ഭൂമി ഇരുണ്ട് കിടന്നു, മനുഷ്യൻ പാപം ചെയ്തു, ദൈവത്തിൽ സന്നിധിയിൽ അകന്നുപോയി. എന്നാൽ ദൈവം അതിനെ റെസ്റ്റോർ ചെയ്യുവാനായിട്ടൊരു വലിയ വില കൊടുത്തതായിട്ട് നാം കൂടെ കാണുന്നുണ്ട്. ഒന്ന് വായിക്കാമോ? 1 കൊരിന്ത്യർ 6:19-20. ആമേൻ. ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. യു ആർ നോട്ട് യുവർ ഓൺ അല്ലേ. നമ്മൾ ആരുടെയാ? ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വി ബിലോങ് ടു ഗോഡ്. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. 2ാമത്തെ ഭാഗത്തിലേക്ക് നാം പോവുകയാണ്. വിശുദ്ധനായ ദൈവത്തെക്കുറിച്ച് അല്ലേ. ദാവീദ് ഭയപ്പെട്ടിട്ട് ചോദിക്കുകയാണ്, കർത്താവേ, നിന്റെ പർവ്വതത്തിൽ ആർ കയറും? നിന്റെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും? പ്രൈസ് ലോർഡ്. അതിൻ്റെ ആൻസർ അതിനായിട്ട് പറയുന്നുണ്ട്. വെടിപ്പുള്ള കയ്യ്, നിർമ്മല ഹൃദയമുള്ളവൻ, വ്യാജത്തിന് മനസ്സ് വയ്ക്കാതെയും
കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാനതിനെ ഒന്ന് രണ്ട് വാക്കുകൾ അതിനെ ഇങ്ങനെ ക്രോഡീകരിച്ച് പറയാൻ ആഗ്രഹിക്കുന്ന ഇതാണ്. യു നീഡ് ടു ഹാവ് എ ക്ലീൻ ഹാൻഡ്സ്. ആ ക്ലീൻ ഹാൻഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ദാറ്റ്സ് അവർ ആക്ഷൻസ്. ഇറ്റ് റെപ്രസെൻറ്റ് അവർ ആക്ഷൻസ്. യുവർ ആക്ഷൻസ് ഹാസ് ടു ബി ക്ലീൻ. യു നീഡ് ടു ഹാവ് എ പ്യുവർ ഹാർട്ട്. പ്യുവർ ഹാർട്ട് എന്താ? നമ്മുടെ ഇൻറ്റൻഷൻസ്. യുവർ ഇൻറ്റൻഷൻസ് ഹാസ് ടു ബി പ്യുവർ. You should not be lifting up your souls to vain idols. So your trust should be in God. Hallelujah. നാലാമത്തെ ഭാഗം നാം എങ്ങനെ കാണുന്നു? വ്യാജത്തിന് മനസ്സ് വയ്ക്കാതെയും കള്ള സത്യം ചെയ്യാതെയും ഇരിക്കുന്നു. യു ഷുഡ് ബി ട്രൂത്ത്ഫുൾ. സത്യമുള്ളവരായിരിക്കാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ സന്നിധിയിലൊക്കെ നാം കടന്നു ചെല്ലണം, അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ നാം നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ക്വാളിറ്റീസ് നമ്മളുണ്ടാകും. നമ്മുടെ ആക്ഷൻസ്, നമ്മുടെ ഇൻറ്റൻഷൻസ്, നമ്മുടെ ട്രസ്റ്റ്, നമ്മുടെ സത്യം അതെപ്രകാരമായിരിക്കുന്നു എന്ന് ഈ പകൽക്കാലം ശോധന ചെയ്യുവാൻ ദൈവം നമുക്കിടയാക്കി തീർക്കട്ടെ. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അതിൻ്റെ മൂന്നാമത്തെ ഭാഗം നാം ഇങ്ങനെ കാണുന്നു, ഗ്ലോറിയസ് കിങ്. അതെ, മഹത്വത്തിൻ്റെ രാജാവായിട്ട് കർത്താവ് കടന്നു വരുന്ന കാര്യം അതൊരു പ്രൊഫറ്റിക് വേർഡ്സ് ആണ്, നമുക്ക് കാണാൻ പറ്റും അല്ലേ? പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഗ്രേറ്റ് ട്രിബുലേഷന് ശേഷം പുതിയ യെരൂശലേമിലേക്ക് യേശു രാജാവായിട്ട് എല്ലാറ്റിനെയും ജയിച്ച് കടന്നു വരുന്ന ആ ഒരു അനുഭവത്തെയും ഈ സങ്കീർത്തനക്കാരൻ അതിൽ വിളിച്ചു കാണിക്കുക. പ്രൈസ് ലോർഡ്, ഗോഡ് വിൽ കം വൺ ഡേ എന്ന ആസ് എ വിക്ടോറിയസ് കിങ്. നമ്മളതിനായിട്ടാണ് പ്രത്യാശിച്ചിരിക്കുന്നത് അല്ലേ? സന്തോഷമുണ്ടോ, പ്രത്യാശയുണ്ടോ ആ വിഷയങ്ങളിൽ? പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഇതാണ് സങ്കീർത്തനത്തിൻ്റെ സംക്ഷിപ്തമായ ആ മൂന്ന് കാര്യങ്ങൾ. ഹീ ഈസ് എ ക്രിയേറ്റർ ഗോഡ്, ഹീ ഈസ് എ ഹോളി ഗോഡ്, ഹീ ഈസ് എ ഗ്ലോറിയസ് കിങ്. എന്നാൽ ഞാൻ ഈ ഭാഗം ധ്യാനിക്കുമ്പോൾ ദൈവം എൻ്റെ ഉള്ളത്തിൽ തന്ന, അല്ലെങ്കിൽ എന്നെ സ്റ്റക്കാക്കിയ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ദ ഓണർഷിപ്പ് ഓഫ് ഗോഡ് എന്നതിനെക്കുറിച്ചാണ്. ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിൻ്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു. സോ ഗോഡ് ഓൺസ് എവറിത്തിങ്. ആ ഒരു ഭാഗത്തിൽ എന്നെ ദൈവാത്മാവ് നിർത്തുവാനിടയായി. അതിനെക്കുറിച്ച് അല്പ കാര്യങ്ങൾ ചിന്തിച്ച് വേഗത്തിലിരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. സോ ഐ ഇനിഷ്യലി ടോൾഡ് വി ബിലോങ് ടു ഗോഡ്. ആ ധൈര്യമുള്ളവരായി പകൽക്കാലം നാം ഇവിടുന്ന് കടന്നു പോകണം. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 1-ാം അധ്യായം അതിൻ്റെ 21 22 വാക്യങ്ങൾ വായിക്കാമല്ലോ? പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 1 21 22. 2 Corinthians 1 21 and 22. ആമേൻ. അവൻ നമ്മളെ മുദ്രയിട്ടും ആത്മാവെന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നുമിരിക്കുന്നു. പ്രൈസ് ലോർഡ്. ഹി ഹാത്ത് ഓൾസോ സീൽഡ് അസ് ആൻഡ് ഗിവൺ ദ സ്പിരിറ്റ് ഇൻ അവർ ഹാർട്ട്സ് അല്ലേ? പ്രൈസ് ലോർഡ്. ദൈവം തൻ്റെ വകയാണെന്ന് നമ്മളെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ദൈവം നമ്മുടെ മേൽ മുദ്രയിടുമ്പോഴല്ലേ? പ്രൈസ് ലോർഡ്. എന്തിനാലാണ് മുദ്രയിട്ടേക്കുന്നത്? പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ തന്നുകൊണ്ടാണ് ദൈവം നമ്മളെ സീൽ ചെയ്തിരിക്കുന്നത് അല്ലേ? ആർ വി ഷുവർ വി ആർ ബീൻ സീൽഡ്? ഈ പകൽക്കാലം നമ്മൾ സീൽ ചെയ്യപ്പെട്ടവരാണെന്ന് ഉറപ്പുണ്ടോ? ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മൾക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? ഹല്ലേലൂയ. ആ ഒരു ഉറപ്പുള്ളവരായി ഈ പകൽക്കാലം നമുക്ക് ഇവിടുന്ന് കടന്നു പോകാം. ദൈവം തൻ്റെ സീല് നമ്മുടെ മേൽ വെട്ടിട്ടാണ് നമ്മളെ ഈ ലോകത്തിൽ, അല്ലെങ്കിൽ ഈ ചർച്ചിലാക്കിയിരിക്കുന്നത്. എത്ര പേർക്ക് ധൈര്യമുണ്ട്? സന്തോഷത്തോടെ ഒരു ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ. ആൻഡ് ഹി പുട്ട് എ ഡെപ്പോസിറ്റ്. ഇതൊരു പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളങ്ങളിൽ തന്നിരിക്കുന്ന ഇറ്റ് ഇസ് എ ഡെപ്പോസിറ്റ് ആസ് എ ഗ്യാരണ്ടി ഓഫ് ദ ഫ്യൂച്ചർ കംപ്ലീഷൻ ഓഫ് ദ ട്രാൻസാക്ഷൻ അല്ലേ? ഒരു ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആകുന്നതിന് മുമ്പുള്ള ഡെപ്പോസിറ്റ് ആണ് എന്ത്? ദിസ് ഹോളി സ്പിരിറ്റ്. ഇറ്റ്സ് എ ഡെപ്പോസിറ്റ് വിച്ച് ഗോഡ് ഹാസ് പുട്ട് ഇൻ അവർ ഹാർട്ട്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ദൈവം നമുക്ക് യേശുക്രിസ്തു 10 കന്യകമാരുടെ കാര്യം പറയുമ്പോഴും ഉപമകളൊക്കെ പറയുമ്പോഴും വിളക്കിൽ എണ്ണയുള്ളവരായിരിക്കണമെന്ന് സൂചിപ്പിക്കുന്നുണ്ടല്ലേ? You need to have oil in your lamp. What will happen if it is not there? You will not be entering the marriage അല്ലേ? ആ കല്യാണത്തിന് നമുക്ക് പ്രവേശിപ്പാൻ കഴിയത്തില്ല വിളക്കിൽ എണ്ണയില്ലെങ്കിൽ. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മുടെ ഉള്ളങ്ങളിൽ ഇല്ല എങ്കിൽ കർത്താവ് നമ്മളെ മടങ്ങി ചേർപ്പാൻ വരുമ്പോൾ നാം കൈവിടപ്പെട്ടു പോകുന്ന ഈ പകൽക്കാലം അറിയണം. Ensure that you are being sealed with the Holy Spirit. Hallelujah. This morning let us humble ourselves to ensure that we are getting that seal. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിപ്പാൻ നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. Praise the Lord. Hallelujah. 5 things we need to consider
അബൌട്ട് ദ ഓണർഷിപ്പ് ഓഫ് ഗോഡ്. ആ ഒരു 5 കാര്യങ്ങൾ മാത്രം വേഗത്തിൽ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ നിരപ്പാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. 1, നമുക്കൊരു പുതിയ ഉടമസ്ഥനെ ലഭിച്ചു അല്ലേ? വി ഗോട്ട് എ ന്യൂ ഓണർ ഓർ വി ഗോട്ട് എ ന്യൂ ഓണർഷിപ്പ് അല്ലേ? നമ്മുടെ മേലുള്ള ഒരു പുത്തൻ ഓണർഷിപ്പിനെ നമുക്ക് ദൈവം നൽകി തരുവാനിടയാക്കി തീർന്നു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. 1 Timothy 1 verse 12 to 17. Can we read that part? 1 Timothy chapter 1 verse 12 to 17. Amen. Praise the Lord. It is saying about what we were at some point. മുമ്പേ നാം എന്തൊക്കെയായിരുന്നു? ദൂഷകനായിരുന്നു, ഉപദ്രവിയായിരുന്നു. എന്നാൽ അതൊക്കെ അറിയാതെ ചെയ്തത് കൊണ്ട് വാട്ട് ഹാപ്പൻഡ്? ദൈവം നമ്മളോട് കരുണ കാണിച്ചു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ പാപത്തിലായിരുന്നു. ദൈവം നമ്മളെ പാപത്തിൽ നിന്ന് എന്ത് ചെയ്തു? വിടുവിച്ച് തൻ്റെ പുത്രൻ മുഖാന്തരം തൻ്റെ രാജ്യത്തിലാക്കി വെച്ചു. സോ വി ആർ ബീൻ ബോട്ട് വിത്ത് എ ഹെവി പ്രൈസ് അല്ലേ? നമ്മളെ ഒരു വലിയ പ്രൈസ് കൊടുത്തിട്ടാണ് കർത്താവ് എന്ത് ചെയ്തത്? ഈ ന്യൂ ഓണർഷിപ്പിലേക്ക് എത്തിച്ചത്. സോ ഓൾവേസ് റിമെമ്പർ അബൌട്ട് ദിസ് തിങ്. വി ആർ കോൾഡ് ഇൻ ടു ദിസ് ന്യൂ ഓണർഷിപ്പ് ബിക്കോസ് ഗോഡ് ഹാസ് ഗിവൺ എ ബിഗ് പ്രൈസ്. ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം, യു നീഡ് ടു ഓൾവേസ് തിങ്ക് അബൌട്ട് യുവർ ഓൾഡ് ഓണർഷിപ്പ്. നമ്മുടെ പഴയ ഉടമസ്ഥാവകാശം ആർക്കായിരുന്നു എന്ന് നാം എപ്പോഴും ഓർക്കണം. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. The previous owner no longer have any rights unless you allow it. നമ്മൾ പഴയ ഓണറിൻ്റെ അടുത്തു നിന്ന്, പിശാചിൻ്റെ കരങ്ങളിൽ നിന്ന് നമ്മളെ ദൈവം വിലയ്ക്ക് മേടിച്ചു കഴിഞ്ഞാൽ you should ensure that there is nothing left for him to claim in our lives. Praise the Lord. Hallelujah. So always be careful about your old ownership. Ensure that Satan has nothing to claim in your life. Praise the Lord. Hallelujah. റോമർക്ക് 6:11-12 ആ വാക്യങ്ങൾ വായിക്കാമോ? റോമർ 6:11-12. ആമേൻ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നാം പാപസംബന്ധമായി മരിച്ചു എന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണണം. സോ യു നീഡ് ടു ബി വെരി കെയർഫുൾ ഫോർ whom you are living. Ensure that there is nothing left in your life for Satan to claim. Hallelujah. Praise Lord. 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. മൂന്നാമതായിട്ട്, ദൈവം നമുക്ക് ഒരു പുതിയ ലക്ഷ്യം തന്നിട്ടുണ്ട് അല്ലേ? ഒരു പുതിയ ലക്ഷ്യം. ഈ പുതിയ ഓണർഷിപ്പിലേക്ക് ദൈവം നമ്മളെ ഓൺ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു 5 കാര്യങ്ങൾ നാം ചിന്തിക്കണം. അതിൽ ഒന്നാമത്തേത് നമ്മുടെ പുതിയ ഓണർഷിപ്പിനെ കുറിച്ച് ചിന്തിക്കണം പറഞ്ഞു. രണ്ടാമത് നമ്മുടെ പഴയ ഓണർഷിപ്പിൻ്റെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുവാനായിട്ട് ഇടയാകണം, അതിനായിട്ട് നമ്മളെ ഒരുക്കണമെന്ന് പറഞ്ഞു. മൂന്നാമതായിട്ട്, ദൈവം നമുക്കൊരു പുതിയ ലക്ഷ്യം തന്നുവെന്ന് നാം ഈ പകൽക്കാലം തിരിച്ചറിയണം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. എഫീഷ്യൻസ് 4:30 ഒന്ന് വായിക്കാമോ വേഗം? എഫീഷ്യൻസ് 4:30. ആമേൻ. പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. പ്രൈസ് ലോർഡ്. അതിനായിട്ടല്ലോ നിങ്ങളെ വീണ്ടെടുപ്പ് നാളിനായിട്ട് മുദ്രയിട്ടിരിക്കുന്നത്. സോ ഹി സീൽഡ് us with his Holy Spirit. Ensure that you are not grieving the Holy Spirit. That's a new motive that God has given us. Hallelujah. When you are taken into the new ownership, ensure that you are not grieving Holy Spirit in your lives. Hallelujah. ഒരു പുതിയ മാറ്റം നാലാമതായി ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. 2 കൊരിന്ത്യർ 3:18 വാക്യം ഒന്ന് വായിക്കാമോ? 2 Corinthians 3:18. There's a new change God has given us. ആമേൻ. പ്രൈസ് ലോർഡ്. എന്താ മാറ്റം? തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായിട്ട് രൂപാന്തരപ്പെടുന്നു. സോ വെൻ യു ആർ ഇൻ ഗോഡ്സ് ഓണർഷിപ്പ്, ഹി വിൽ എൻഷുർ ദാറ്റ് യു ആർ ചേഞ്ച്ഡ് ലൈക്ക് ഹിസ് സൺ ജീസസ് ക്രൈസ്റ്റ് അല്ലേ? ദൈവത്തെ പോലെ ആകണം അല്ലേ?
ഏതിൽ നിന്ന് പുറത്താക്കപ്പെട്ട മനുഷ്യൻ ഏത് സ്ഥിതിയിലായിരുന്നോ ഏതിലാക്കപ്പെട്ടത്, ആ അതേ അവസ്ഥയിലേക്ക് നമ്മളെ ആക്കിയെടുക്കുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. സോ ഹീസ് എൻട്രസ്റ്റിംഗ് എ ന്യൂ ചേഞ്ച്. എന്താ ചേഞ്ച്? തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് കർത്താവിനോട് അല്ലെങ്കിൽ കർത്താവിൻ്റെ പ്രതിമയോട് രൂപാന്തരപ്പെടുന്നു എന്നുള്ളത്. നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്താണ്? നമ്മൾ യേശുവിനെ പോലെ ആയിത്തീരുക എന്നുള്ളത്, അല്ലേ? പ്രൈസ് ലോഡ്. ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇടയാക്കി തീർക്കട്ടെ. പ്രൈസ് ലോഡ്. ഹല്ലേലൂയ. ഒരു പുതിയ പ്രത്യാശ നമുക്ക് ദൈവം തന്നിട്ടുണ്ട് ഈ വാക്യങ്ങളിൽ. ഹല്ലേലൂയ. ഒരു ന്യൂ ഹോപ്പ് ഗോഡ് ഹാസ് ഗിവൻ us. The same verse we read, Ephesians 4:30. God's seal is his guarantee that the believer in Christ Jesus is kept until the day of redemption. 4:30 രണ്ടാമത്തെ ഭാഗം ഒന്ന് വായിക്കാമോ മലയാളത്തിൽ? എഫേഷ്യൻസ് 4:30. വീണ്ടെടുപ്പ് നാളിനായിട്ട് മുദ്രയിട്ടിരിക്കുന്നത്. സോ അവർ ഹോപ്പ് ഇസ് ദാറ്റ് വി ആർ ഗോയിങ് ടു ഗെറ്റ് റെഡീംഡ്. നമ്മളെ ദൈവം വീണ്ടെടുക്കുമെന്നുള്ളൊരു പ്രത്യാശ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ പകൽക്കാലം നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ഡു യു ബിലോങ് ടു ഹിം എന്നൊരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുക. ഡു യു ബിലോങ് ടു ഹിം? ഇഫ് യു ആർ, then you have to be thankful. നന്ദിയുള്ളവരായിരിക്കണം. ഇഫ് യു ആർ ബിലോങ്ങിങ് ടു ഹിം, യു ഷുഡ് ബി താങ്ക്ഫുൾ. ഡു യു ബിലോങ് ടു ഹിം? then submit to the spirit and not to the flesh. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് സമർപ്പിക്കപ്പെട്ടവരായി ജീവിപ്പാൻ നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഡു യു ബിലോങ് ടു ഹിം? and if so, live your life in a way that pleases rather than grieves him. ഹല്ലേലൂയ. ദൈവത്തിന് പ്രസാദമുള്ള ഒരു ജീവിതം ജീവിപ്പാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. അവൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിക്കാത്ത ഒരു ജീവിതം നയിപ്പാൻ ദൈവം നമ്മൾക്കിടയായി തീരട്ടെ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നാലാമതായിട്ട്, do you belong to him? If so, cooperate with the Holy Spirit so that you are changed in your lives. ഹല്ലേലൂയ. ദൈവാത്മാവിനോട് കോർപ്പറേഷൻ ഉള്ളവരായിട്ട്, സഹകരണമുള്ളവരായി തീരുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ഈ പകൽക്കാലം ആഗ്രഹിക്കുന്നു. Do you belong to him? If so, be assured that God is keeping you. ദൈവം നമ്മളെ കരുതുമെന്നുള്ള ഉറപ്പ് അവനുള്ളവരാണെങ്കിൽ ഈ പകൽക്കാലം ഉണ്ടാകണം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. 2 തീമോഥെയോസ് 1:12 നാം ഇങ്ങനെ വായിക്കുന്നു, അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ നമ്മളെ കാക്കുവാൻ ശക്തനെന്നും ഞാൻ ഉറച്ചിരിക്കുന്നു. പ്രൈസ് ലോർഡ്. ആൻഡ് ഗോഡ് വിൽ കീപ്പ് us until the last day. പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ ഓണർഷിപ്പിനുള്ള ഒരാളെ കരുതുവാൻ അവൻ വിശ്വസനായ ദൈവമാണ്, അല്ലേ? ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഓണർഷിപ്പിലാണോ നാമെന്ന് ഈ പകൽക്കാലം നമ്മളെ തന്നെ ശോധന ചെയ്യാം. ഈ അനുഗ്രഹിക്കപ്പെട്ട വാക്യങ്ങൾ ദൈവം നമുക്ക് തന്നതിനെ ഓർത്ത് നമുക്ക് കർത്താവിന് നന്ദി പറയാം. ദൈവം തന്ന ഈ അവസരത്തിന് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ലോർഡ്.